പരിശുദ്ധ ത്രിയേക ദൈവത്തിന് മഹത്വവും മാനവും ഉണ്ടായിരിക്കട്ടെ. അതിപ്പോഴും എപ്പോഴും നമ്മിലും നമ്മളിൽ കൂടെയും നിലനിൽക്കുമാറാകട്ടെ. നമ്മൾ പ്രവർത്തിക്കുന്ന ലോകം, ജീവിക്കുന്ന ലോകം ഒരു അക്രമാസക്തമായ ലോകമാണ്. ഒരു വല്ലാത്ത കാലമാണ്. അതിനെ അധികം നിർവചനം കൊടുത്ത് മനസ്സിലാക്കുവാൻ വാക്കുകൾ എനിക്കില്ല. എന്നാൽ കാലങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം എന്ന് തിരുവചനം നമ്മളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കാലങ്ങളെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ നീക്കത്തിൽ നമ്മുടെ വചനത്തെ എങ്ങനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കണം എന്ന് പ്രായോഗികമായി മനസ്സിലാക്കിയുള്ള സുവിശേഷ പ്രവർത്തന രീതികളും ശൈലികളും ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം കാലങ്ങളുടെ നീക്കം അനുസരിച്ച് സുവിശേഷത്തിനോ സുവിശേഷത്തിൻ്റെ തത്വങ്ങൾക്കോ ചിന്തകൾക്കോ അതിൻ്റെ ശക്തിക്കോ നമ്മുടെ ദൈവം തമ്പുരാനോ ഒന്നും വ്യത്യാസം ഉണ്ടാകുന്നില്ല. പക്ഷേ കാലങ്ങളുടെ നീക്കം അനുസരിച്ച് മനസ്സുകളെ മനസ്സിലാക്കി അതിനനുസരണമായി സുവിശേഷ വേല ചെയ്യുവാനും ഇടവക നടത്താനും നാം എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ലേ പീപ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്ന് പറയുന്നതും ആവശ്യമാണ്. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വളരെ വ്യത്യാസമാണ്, വളരെ വ്യത്യാസമാണ്. ആ കുഞ്ഞുങ്ങളുടെ ചിന്തകൾ, രീതികൾ, അവരുപയോഗിക്കുന്ന മൊബൈല്, ആപ്പ്, ഇതെല്ലാം നമ്മുടെ കാലത്തില്ലായിരുന്നു. ഈ ആപ്പില്ലാതെ ഇപ്പം ജീവിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ആ ആപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കുമാണ്. പുരോഹിതന്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന്, സഭയിലുള്ള മൂത്ത എൽഡേഴ്സ്, മൂപ്പന്മാർക്ക്. അപ്പം ഇത് നമ്മൾ കാലത്തിനനുസരണമായി ഇത് മനസ്സിലാക്കി നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെ വളർത്താൻ നമുക്കൊക്കത്തില്ല. ഇപ്പോഴത്തെ മക്കളെ സഭാധാരയിലേക്ക് പിടിച്ച് ചേർക്കുവാനൊക്കത്തില്ല. അവരുടെ ചിന്തകളെല്ലാം വ്യത്യാസം. ഒരു അഴുക്കരം നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ അവരുടെ മനസ്സിൽ ലാൻഡ് ചെയ്യുന്ന ചിന്തകൾ, സീഡ്സ്, വിത്തുകൾ എല്ലാം നമ്മൾ ജനിച്ചു വളർന്ന കാലത്തെ പോലല്ല. അപ്പം അതിനനുസരണമായി നമ്മൾ അവരുടെ മനസ്സിൻ്റെ ക്രിയാത്മകമായ ശൈലികളെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനത്തിനടിസ്ഥാനപ്പെട്ട് അവരെ നടത്തുവാൻ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. അല്ലെ സഭയിലെങ്ങും ആരും കാണത്തില്ല. പല പള്ളികളും പലരുടെയും കാലിയാണ്. പിള്ളേരെല്ലാം പലയിടത്തും പോകാം. അമേരിക്കയിലും ഗൾഫിലും മാത്രം പോകുന്നതല്ല, പിള്ളേർക്ക് പള്ളി വേണ്ട. കാരണം അവർ മനസ്സിലാക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തെ വിഭജിച്ച് കൊടുക്കുവാനും അവരുടെ ധാർമ്മിക ജീവിതത്തിലേക്കും ദൈനംദിന വെല്ലുവിളികൾക്കും അനുസരണമായി അതിനെ പ്രസൻറ്റ് ചെയ്യുവാൻ നമ്മളെ കൊണ്ടാകുന്നില്ല. നിങ്ങൾ ചോദിക്കാൻ ഈ മെത്രാപ്പൊലീത്തയ്ക്ക് ആകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടായി പറയുന്നത്. എല്ലാ ദിവസവും ഞാൻ വളരെയധികം ചിന്തിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എങ്ങനെ സഭയെ നടത്തണം. എല്ലായിടത്തും സഭകളിലും പോയി ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിലും സഭയെ മൊത്തമായി നടത്തുന്ന ഒരു പരിപാലകൻ എന്ന നിലവാരത്തിൽ എനിക്ക് വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മൾ സഭ വളരുന്നതും നമ്മൾ വളരുന്നതും നമ്മൾ സമൂഹത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ശക്തിയായി, സ്രോതസ്സായി നിൽക്കുവാൻ സാധിക്കുന്നത്. സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, വളരെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പോകുന്നിടത്തൊക്കെ കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയുക. ഇത് ചെയ്തില്ലെങ്കിൽ അയ്യോ കഷ്ടം. നമ്മുടെ ജോലി അതാ. അല്ലാതെ ഓട്ടോറിക്ഷായ കയറി ഇരുന്നിട്ട് അവനോട് അടിയും വഴക്കം ഉണ്ടാക്കി വണ്ടിയിലിരുന്ന് പറയുന്നതെല്ലാം അവൻ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അവൻ ചിന്തിക്കും ഈ പുള്ളിക്കാരത്തി ഏതാ, ഈ പുള്ളിക്കാരൻ ഏതാ. അപ്പോൾ ഇവൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയുന്ന വാക്കുകളാണ് അവൻ്റെ സുവിശേഷം എൻ്റെ ചെവിയിൽ. അപ്പം നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ
ചിന്തിക്കുന്ന പോലല്ല. എന്നാൽ ഇടവക എന്നുള്ള നിലവാരത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തും നമ്മുടെ അയൽപക്കത്തും നമ്മൾ പോകുന്നിടത്തും എല്ലായ്പ്പോഴും സുവിശേഷത്തിൻ്റെ വാഹകരായി നിലനിൽക്കുക, ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് നമ്മളെ കർത്താവ് വിളിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അത് നന്നായി ചെയ്യുവാൻ വേണ്ടിയുള്ളതിൻ്റെ ഒരു ഭാഗമാണ് എല്ലാവരും ആ പ്രാദേശിക സ്ഥലത്ത് കൂടുന്ന ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞായറാഴ്ച അല്ലെ മറ്റു ദിവസങ്ങളിൽ കൂട്ടായ്മ നടത്തുക എന്നുള്ളത്, ആരാധിക്കുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പം ഇത് ഇവിടെ വന്നിരുന്നിട്ട് ആർക്കാണ്ട് വേണ്ടി നമ്മൾ മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് അറിയത്തില്ലായിരിക്കും, ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കുന്നു എന്ന് പറയും പണ്ടൊക്കെ. എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് വന്നിരുന്ന് പോയേക്കാം, അല്ലെങ്കിൽ പോയില്ലെങ്കിൽ അച്ഛൻ വിളിക്കും, അല്ലെ പോയില്ലെങ്കിൽ കർത്താവ് തമ്പുരാൻ 2 അടി അടിക്കുമായിരിക്കും, അല്ലെ എനിക്ക് പനി പിടിക്കുമായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ അങ്ങനല്ല. ഇവിടെ വന്നാൽ അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കാനുള്ള ശക്തി സംഭരിക്കുക. അതിനുവേണ്ടി 2 മണിക്കൂറേ ഉള്ളെങ്കിൽ ആ കേൾക്കുന്ന വചനം നമ്മൾ ആദ്യം മുതൽ വെളിവു നിറഞ്ഞോരീശോ പാടുന്ന പാട്ടിൻ്റെ ആ വാക്കുകൾ മുതൽ എന്നും പാടുന്ന ഇത് തന്നെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കരുത്. ഇന്ന് പലരുടെയും ശബ്ദം ഞാൻ കേട്ടില്ല. നിങ്ങളെല്ലാം പാടണം. ഇത് സഭയായി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പാടി നമ്മുടെ അകത്തെ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൗത്യമാണിത്. അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തം എടുക്കണം, വാ പൊളിക്കണം, പാടണം, സ്തോത്രം പറയണം, അതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. ഓരോ വാക്കുകളും വളരെ സ്ഫുടമായ രീതിയിൽ ചൊല്ലണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവം തമ്പുരാൻ്റെ ശക്തിയും അവൻ്റെ അനുഗ്രഹങ്ങളും പൂർണ്ണമായി ഓരോ ദിവസത്തേക്ക് വേണ്ടി ലഭിക്കുകയുള്ളൂ. ഈ അടുത്ത ആഴ്ചത്തേക്ക് ജീവിക്കാനുള്ള ആഹാരം സംഭരിക്കുന്ന, ശക്തി ആർജിക്കുന്ന, അന്യോന്യം കൂട്ടായ്മയൊക്കെ ആചരിക്കുന്ന ഒരു ഇടമാണ് സൺഡേ വർഷിപ്പ്. ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ സഭയായി വിശുദ്ധാലയത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓരോരുത്തരും എങ്ങനെ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അതിൽ ഉൾപ്പെട്ട് ഉത്സാഹത്തോടെ നിൽക്കുന്നു, അതിനനുസരിച്ച് മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അല്ല നമ്മൾ വെറുതെ കേൾവിക്കാരായിട്ട് പോകരുത്. അങ്ങനെ കേൾവിക്കാരായിട്ട് പോയി കഴിഞ്ഞാൽ ആ ശക്തി സംഭരിക്കാൻ ഒക്കത്തില്ല, ആ ദൈവകൃപ പ്രാപിക്കാൻ ഒക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ ശോഷിച്ച് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് നിരാശരാകുന്നത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം പോലെ സങ്കീർത്തനത്തിൽ വായിച്ചില്ലയോ, അവൻ ആറ്റിന് അരികത്ത് നട്ടിരിക്കുന്നതും തൽക്കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്ര. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലത്തിൻ്റെയും സമയത്തിൻ്റെയും ഓരോരുത്തർ പറഞ്ഞ വാക്കുകളുടെയും ഇച്ചിരി പനി പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സ്ഥിതിവിശേഷത്തിലൊക്കെ നമ്മൾ ചാഞ്ചാടിപ്പോകുന്നത് എന്താണെന്നറിയാമോ? ഈ വേര് ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. കർത്താവിൻ്റെ വചനത്തിലും കർത്താവിലും നമ്മൾ വേരൂന്നി വളർന്ന് ഓരോ ദിവസവും ശക്തിപ്പെട്ട് മുൻപോട്ട് പോകുമ്പോഴാണ് അതാത് ആഴ്ചകളിൽ, അതാത് മാസങ്ങളിൽ, അതാത് കാലങ്ങളിൽ, അതാത് സംവത്സരങ്ങളിൽ ദൈവത്തിന് വേണ്ടി നന്നായി ജീവിക്കുവാനുള്ള ദൈവിക കൃപ, ദൈവിക ശക്തി നമുക്ക് ലഭിക്കുന്നത്. ഈ സാമൂഹ്യപരമായ ലോകത്തിൽ നമ്മൾ ഇറങ്ങുമ്പം പറയും പോസിറ്റീവ് എനർജി. അവർ നല്ല സ്വഭാവം, നല്ല മനോഭാവം, അല്ലെ ദൈവത്തിൽ ഉള്ള ഉറച്ച ജീവിതം എന്നൊന്നും പറയുന്നതിന് പകരം പോസിറ്റീവ് എനർജി. യു ഇംപാർട്ട് പോസിറ്റീവ് എനർജി ടു അതേഴ്സ്. ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ ചിരിക്കുക. നിങ്ങളെ ആരെയും ചൊറിഞ്ഞിട്ടും ഉപദ്രവിച്ചിട്ടും വെട്ടിമുറിച്ചിട്ടും ഒന്നും ഇല്ലല്ലോ. പിന്നെന്തിനാ ഈ ദേഷ്യപ്പെട്ട മുഖം കാണിക്കുന്നത്? പിന്നെന്തിനാ ഈ കടിച്ചു പറിച്ച് നിൽക്കുന്നുള്ള സ്വഭാവം കാണിക്കുന്നത്? ചിരിക്കുക. ഇതിനെ ഒന്ന് ലൂസാക്കുക. 2 പല്ല് കാണട്ടെ. തമ്മിൽ സ്നേഹം കൊടുക്കുക, തമ്മിൽ ഉത്സാഹം കൊടുക്കുക. അത് പോസിറ്റീവ് എനർജിയാണ്.
നിങ്ങൾ ചോദിക്കും മെത്രാപ്പോലത്തെ എപ്പോഴും ചിരിക്കുമോ? ഞാൻ ചിരിക്കും. ചിരിക്കാത്ത സമയമുണ്ട്, പക്ഷേ ചിരിക്കും. എടാ, ചിരിക്കാതിരിക്കാൻ നിങ്ങൾ എന്നെ വല്ല ഉപദ്രവിച്ചോ? നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അയൽവക്കക്കാരൻ, അവൻ എന്നോട് അങ്ങനെ കാണിച്ചു, അവൻ എന്നോട് കാണിച്ചു, പുള്ളി അവിടെ പോയപ്പോൾ ഇതായിരിക്കും പറഞ്ഞത്, അതായിരിക്കും പറഞ്ഞു. പുള്ളിയുടെ ചുരിദാറൊന്ന് നോക്കി, എടാ വേറെ ഒരു ചുരിദാർ ഇരിക്കുന്നത് എന്തോ ഫാഷൻ, എനിക്കെപ്പോഴും കിട്ടും അങ്ങനത്തെ. നമ്മുടെ കുഴപ്പം ഇതാപ്പാ. വേണ്ടാത്ത, നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഊഹിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോയി വല്ലവരും പറയുന്നുണ്ട് മാത്രമേ ഹല്ലേലൂയായും പറഞ്ഞ് ക്രിസ്ത്യ ജീവിതം നയിക്കാനൊക്കത്തില്ല, സന്തോഷിക്കാനൊക്കത്തില്ല, പോസിറ്റീവായിട്ട് ജീവിക്കാനൊക്കത്തില്ല, പ്രത്യാശ നമ്മളിൽ വർദ്ധിക്കത്തില്ല. നിന്നിലുള്ള ഫാൻ ഇൻടു ഫ്ലെയിം എന്ന പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറഞ്ഞത്. നിന്നിലുള്ള കൃപാവരങ്ങളെ ഫാൻ എന്ന് പറഞ്ഞാൽ കാറ്റടിച്ച് നമ്മൾ വീശി തീ ആളി കത്തിക്കുന്ന പോലെ ഫാൻ ഇൻടു ഫ്ലെയിം ദോസ് ഗിഫ്റ്റ്സ് ദ ലോർഡ് ഗേവ് യു ബൈ ദ ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ്. അപ്പം നമ്മൾ ചുമ്മാതിരുന്ന ഫാൻ വരത്തില്ല അല്ലേ? ഇപ്പം നമുക്ക് ആവി എടുക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ വിശറി ഉണ്ടെങ്കിൽ നമ്മൾ വീശും, അല്ല ഇത് പിടിച്ചുകൊണ്ടിരുന്നാൽ കാറ്റ് കിട്ടുമോ? ഇല്ല. വീട്ടിലിരിക്കുക, അവിടെ ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ എണ്ണിച്ച് പോയി ഓണാക്കണം. യു ഹാവ് ടു ഡു സംതിങ്. ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ എനിക്കതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഓരോ ഞായറാഴ്ചകളും സഭയിൽ വരുമ്പോൾ, ആരാധനാലയത്തിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വരണം, കർത്താവേ ആകപ്പാടെ 2 മണിക്കൂറേ ഞാൻ ഇരിക്കുന്നുള്ളൂ, ഈ 2 മണിക്കൂർ കഴിയാതെ ഇറങ്ങിപ്പോകരുത്, ആശീർവാദം പറയാതെ ഇറങ്ങിപ്പോകരുത്. എന്നാ ഇത്ര ബിസി? വാട്ട് ആർ യു സോ ബിസി വിത്ത് ദാൻ ഗോഡ് യു വാണ്ട്? ആഴ്ചയിൽ ഒരു ദിവസം 24 മണിക്കൂറും ഒരാഴ്ച 7 മണിക്കൂറും ഉള്ളപ്പോൾ അതിൽ ഒരു 2 മണിക്കൂർ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ദൈവത്തിന് പൂർണ്ണമായ തുടക്കം മുതൽ അവസാനം വരെ കൊടുക്കുവാൻ സമയമില്ലാതെ നമ്മൾ ആയിത്തീർന്നാൽ പിന്നെ ദൈവം എന്നെ സഹായിക്കണം, അനുഗ്രഹിക്കണം എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? വൈ ഡു യു വാണ്ട് ഗോഡ് ടു ബ്ലെസ് യു? യു തിങ്ക് ഗോഡ് വിൽ ബ്ലെസ് യു? നോ, ഹി വിൽ നോട്ട്. ഹി വിൽ നോട്ട്. ഒരു ഓഫീസിൽ പോവുകയാണെങ്കിൽ ആ ഓഫീസിലിരുന്ന് ആദ്യം മുതൽ അവസാനം വരെ വർക്ക് ചെയ്ത് ആ കമ്പനിക്ക് അല്ലെങ്കിൽ ഓഫീസിന് ആ MDക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ നല്ല ഒരു ജോലിക്കാരനായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ശമ്പളം കൂട്ടുന്നതും മറ്റുള്ളവരോട് ഈ പുള്ളി മിടുക്കനാണെന്ന് പറയുന്നത്. അല്ല, ഞാൻ അവിടെ പോയി എല്ലാ ദിവസവും ഇരിക്കുന്നത് കൊണ്ടും ഞാൻ ഒത്തിരി വർഷമായി അവിടെ വേല ചെയ്യുന്നത് കൊണ്ടും എന്നെ എൻ്റെ മാനേജിങ് ഡയറക്ടർ ഉഗ്രനാ, മിടുക്കനാ, അല്ല മിടുക്കുക എന്ന് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. ഇറ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉത്സാഹം ഉണ്ടാകത്തക്കവണ്ണം നമ്മുടെ ജീവിതം ഉണ്ടാവണം, വളരണം. മറ്റുള്ളവർക്ക് നല്ലൊരു പ്രകാശം ആകണം, പ്രകാശകിരണമാകണം, ഉത്തേജനമാകണം, ഉത്സാഹമാകണം. അതിനൊരു കുഞ്ഞു ചിരി മതി. ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ മതി, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി. ഉമ്മ കൊടുക്കാവുന്ന നേരം നല്ലൊരു ഉമ്മ കൊടുക്ക്, എന്താ കുഴപ്പം? സ്നേഹം കൊടുക്കുക. യു ഗിവ് ലവ് ടു അതേഴ്സ്. അത് ഹൃദയത്തിൽ നിന്ന് കൊടുക്കുക, അത് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഡു അൺടു അതേഴ്സ് വാട്ട് യു തിങ്ക് ദേ ഡു ടു യു. നിന്നോട് മറ്റുള്ളവർ എന്ത് ചെയ്യണം എന്ന് നീ ആഗ്രഹിക്കുന്നു, അത് നീ മറ്റുള്ളവർക്ക് ചെയ്യ്. അതാ തമ്പുരാൻ്റെ ഗോൾഡൻ റൂൾ. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ സ്നേഹം നമ്മളിൽ വർദ്ധിക്കും. നമ്മുടെ പാത്രം അത് പകർന്ന് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്തോളം അതിനകത്ത് ദൈവം അതിനെ നിറച്ചുകൊണ്ടിരിക്കും. ക്ഷമിക്കാൻ പഠിക്കുക. ഡോണ്ട് ഹോൾഡ് ഗ്രഡ്ജ് ആൻഡ് ആങ്കർ ആൻഡ് ബിറ്റർനെസ്. എന്തിനാ? ഫോർ വാട്ട്? എല്ലാം വിടണം. മത്സരബുദ്ധിയും വൈരാഗ്യവും ദേഷ്യവും ഈർഷ്യയും സ്വരച്ചേർച്ചയില്ലായ്മയും കൂട്ടിപ്പിടിപ്പിക്കുന്നതും പിറുപിറുപ്പും
ഇത്യാദി എല്ലാത്തിനെയും നമ്മൾ വിട്ടുകളയണം. വിട്ടുകളഞ്ഞിട്ട് ഹൃദയം, മനസ്സ്, ജീവിതം സ്വസ്ഥമാക്കണം, ഫ്രീ ആക്കണം, സ്വതന്ത്രമാക്കണം, ലിബറേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ പള്ളിയിൽ വരുന്നത്, അതിനാ പാട്ട് പാടുന്നത്. എല്ലാ ദിവസവും ഞായറാഴ്ചയും വരും. വെളിവു നിറഞ്ഞോരി, എന്തിനാ അത് പാടുന്നത്? പിതാക്കന്മാർ എഴുതി വെച്ചാൽ അവർക്ക് വിവരമില്ല കേട്ടോ. നോ, പ്രകാശപൂരിതനായ കർത്താവേ, അവിടുത്തെ പ്രകാശകിരണങ്ങളാൽ എൻ്റെ മനസ്സുകളെ, എൻ്റെ ഹൃദയങ്ങളെ, എൻ്റെ നനവുകളെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ അവിടുത്തെ പുത്തൻ പ്രകാശകിരണങ്ങളാൽ ശക്തിപ്പെടുത്തണമേ, പ്രകാശപൂരിതമാക്കണമേ. ഇല്ലായ്മകളെ, ശരിയല്ലാത്തതിനെ ഭസ്മമാക്കി ഒന്ന് പുതുക്കണമേ. ദാറ്റ് ഇസ് ഇറ്റ്. പക്ഷെ അത് പാടുമ്പോൾ എല്ലാ ദിവസവും എന്നായി പാടുന്നത്? കൊയറുകാർ പാടിക്കോളും, കൊയറുകാർ പാടില്ലെങ്കിൽ പട്ടക്കാരൻ പാടിക്കോളും. നോ, ദൈവത്തിന് അങ്ങനെയുള്ള ഉദാസീനതയുടെ ഒന്നും ആവശ്യമില്ല. ഹി ഡസൻറ്റ് നീഡ് എനിത്തിങ്. കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ഉത്സാഹത്തോടെ ചെയ്യുക, നോട്ട് കാലസ്ലി, നോട്ട് ലേസിലി, മടിയോടെ, അലസതയോടെ, എങ്ങനെയെങ്കിലും ആകട്ടെ എന്നും പറഞ്ഞ് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ല. വി ഹാവ് ടു ഗിവ് ദ ബെസ്റ്റ് ഫോർ ഗോഡ്. എന്നിലുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും ഏറ്റവും നന്മ നിറഞ്ഞത് ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇവനെ കൊള്ളാമെന്ന് കർത്താവും പറയുന്നത്. കായിൻ്റെയും ഹാബേലിൻ്റെയും യാഗം നമ്മൾ പറയുമല്ലോ, രണ്ടുപേരുടെയും യാഗമായിരുന്നു. രണ്ടുപേരും അവരധ്വാനിച്ച്, അവർ പരിശ്രമിച്ച് കിട്ടിയതെന്നാ കൊണ്ട് കർത്താവിന് ദൈവത്തിന് കൊടുത്തത്. പക്ഷേ കർത്താവ് തമ്പുരാൻ പറഞ്ഞു, ഹബേൽ, ഐ ഓണർ യുവർ സാക്രിഫൈസ് മോർ ദാൻ ഓഫ് കൈൻ. കായിൻ്റെ യാഗത്തെക്കാളും ഹബേലെ, നിൻ്റെ യാഗത്തിൽ ഞാൻ പ്രസാദിപ്പിച്ചിരിക്കുന്നു. കോമ്പറ്റീഷൻ അല്ലത്, മത്സരമല്ലത്. എൻ്റെ ദൈവത്തെ എനിക്ക് എപ്രകാരം ഇതിൽ കൂടുതൽ സ്വസ്ഥമായി, സ്വതന്ത്രമായി, നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ആരാധിക്കുവാൻ സാധിക്കും, സേവിക്കാൻ സാധിക്കും, കൊടുക്കുവാൻ സാധിക്കും. അതാണ്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാത്തിൻ്റെ നടുവിലും, എല്ലാ പ്രയാസങ്ങളുടെ നടുവിലും, എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും, ആശയക്കുഴപ്പങ്ങളുടെ നടുവിലും നമുക്ക് സമാധാനം ഉണ്ടാകും, നമുക്ക് സന്തോഷമുണ്ടാകും, നമുക്ക് ബലമുണ്ടാകും, നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുന്ന ദൈവം തമ്പുരാനുള്ള പ്രത്യാശ, ആശ, ഹോപ്പ് വർദ്ധിക്കും. അങ്ങനെ നമുക്ക് ജീവിക്കാൻ ഇടയാകണം. ഞാൻ എഴുതി വെച്ച വേദഭാഗങ്ങളത്തെ ചിന്തകളൊക്കെയാണ് ഇത്. കർത്താവ് പ്രാർത്ഥിച്ചതെന്തുവാ? കർത്താവ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, നമ്മൾ രണ്ടുപേരും ഒന്നായിരിക്കുന്ന പോലെ ഈ നിൻ്റെ മക്കളും ഒന്നാകണം. ഈ ഒന്നാകുന്നതിൽ കൂടെ നാം വഹിക്കുന്നത് സാക്ഷ്യമാണ്. അപ്പം സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും അയൽവക്കത്തിലും എന്തുമാത്രം ഒന്നാകുവാൻ, ഐക്യപ്പെടുവാൻ, മനസ്സിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം ഐക്യപ്പെടുവാൻ, അല്ലെങ്കിൽ ഐക്യതയുടെ ആത്മാവിൽ നമ്മൾക്ക് വളരുവാൻ, ബലപ്പെടുവാൻ സാധിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ സുവിശേഷത്തിൻ്റെ ശക്തി. അത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വാട്ട് യു സേ. നമ്മൾ വാഗൊണ്ട് പറയുന്നതിനകത്തല്ല, ഇറ്റ് ഈസ് യുവർ ലൈഫ്. ആ ജീവിതം എങ്ങനെയാണ് നമ്മൾ സുവിശേഷമാക്കുന്നത്? എന്നെ സ്നേഹിക്കാത്ത ഒരുത്തനെയും കണ്ടാൽ, മോനെ ഹൗ ആർ യു ഡൂയിങ്, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അതാ സുവിശേഷം. ഉപദേശത്തിൽ വലിയ പരിശുദ്ധന്മാരാകുന്നു പറയും ചില സഭാവിഭാഗങ്ങളുണ്ടല്ലോ. എന്നിട്ട് ഉപദേശത്തിൽ അവർ വലിയ പരിശുദ്ധന്മാരാകുന്നു വരുമ്പോഴത്തേക്ക് വിഭജനമാണ് ഉണ്ടാകുന്നത്. ഈ വിഭജനം കർത്താവിൻ്റെ വചനത്തിലില്ല, വിഭാഗീയത കർത്താവിൻ്റെ വചനത്തിലില്ല. കർത്താവ് പറഞ്ഞുണ്ടോ, കർത്താവെ നമ്മൾ ഒന്നാകുന്ന പോലെ ഇവരും ഒന്നാകണം.
ഇവരൊന്നാകുന്നതിനാൽ ഇവർ സത്യത്തിൽ നിലനിൽക്കുന്നവരും, ഇവർ ഒന്നാകുന്നതിനാൽ ലോകം നമ്മളൊന്നാകും, അല്ലെങ്കിൽ ഒന്നായിരിക്കുന്നു എന്ന് അറിയപ്പെടും. അതാ മക്കളെ സുവിശേഷം. അപ്പം നമ്മൾ സുവിശേഷം ധാരാളം അറിയുന്നതിനനുസരിച്ച് വിഭാഗീയതയും ഡിവിഷൻസ്, വിഭജനങ്ങളും, എന്നിട്ട് അവൻ കൊള്ളാത്ത ഒരു ദുരുപദേശക്കാരെന്ന് പറഞ്ഞ് പുള്ളിയെ നോക്കത്തില്ല, ഞാൻ പരിശുദ്ധൻ. നോ, ദ വേൾഡ് വിൽ നെവർ കം ടു അണ്ടർസ്റ്റാൻഡ് ജീസസ് ലൈക്ക് ദാറ്റ്. ഒരിക്കലും കർത്താവിനെ അങ്ങനെ ഈ ലോകം മനസ്സിലാക്കത്തില്ല. സ്നേഹമില്ലാത്തടത്ത് സ്നേഹം കൊടുക്കുക, വിഭജനമുള്ളിടത്ത് കൂട്ടിച്ചേർക്കുക, ഈർഷ്യമുള്ളിടത്ത് വൈരാഗ്യമുള്ളിടത്ത് ദയയും അനുകമ്പയും പരസ്പര ഉപകാരങ്ങളും ചെയ്യുന്നത് വളർത്തിയെടുക്കുക. ഇത് കാണുമ്പോഴാണ് നോക്കുന്നത്, അരെ ഹു ആർ ദേ, ഇവരാരാ, ഇവരെവിടെ നിന്ന് വന്നവരാ, ഇവർക്ക് ഏത് ശക്തിയാണ് ഉള്ളത്? അപ്പോഴാണ് നമ്മുടെ സുവിശേഷത്തിൻ്റെ മാറ്റം ലോകം അറിയുന്നത്. അപ്രകാരം ജീവിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിത രീതികളും നമ്മുടെ തലമുറയും നമ്മുടെ സമൂഹവും വ്യത്യാസപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഐക്യം, അങ്ങനെയുള്ള ഒരു ഒത്തൊരുമ, അങ്ങനെ കർത്താവിൽ വളർന്ന് കർത്താവിനെ പോലെ ആയിത്തീരുന്ന ഒരു സുവിശേഷത്തിൻ്റെ മേന്മ, ശക്തി നമ്മളിൽ ആർജിക്കണം, ശക്തിപ്പെടണം. അങ്ങനെ ഉള്ള ഒരു ആഹ്വാനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എനിക്ക് അതാ ഞാൻ കൊടുക്കുന്നത്. അപ്രകാരം നമ്മളായിത്തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. കർത്താവ് തമ്പുരാൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മളൊന്നാകുന്നതുപോലെ, പിതാവേ, നമ്മളൊന്നാകുന്നതുപോലെ. അവിടുന്ന് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയി, ക്രൂശ് എടുക്കാൻ പറഞ്ഞപ്പം ക്രൂശ് എടുത്തു, അനുസരിച്ചു, കീഴ്വഴങ്ങി. വൈരാഗ്യമായിട്ട് ഈർഷ്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ശത്രുക്കളെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് ഞാൻ പഠിപ്പിച്ചു. അതേപോലെ നീ എനിക്ക് തന്ന ഈ മക്കളും ആയിത്തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. സിമ്പിൾ പ്രയർ, ഏറ്റവും ലളിതമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ സുവിശേഷത്തിൻ്റെ സകല ആളത്വവും സകല ആഴവും അടങ്ങിയിരിക്കുന്നു. അത് മനസ്സിലാക്കുവാനുള്ള കൃപ, ശക്തി, ബുദ്ധിയും ജ്ഞാനവും ദൈവം തമ്പുരാൻ നമുക്ക് തരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.